വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഒരു ബാഗിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിലാണ്. ആക്ച്വലി ഉമ്മച്ചി മപ്പിച്ചൊക്കെ ഹജ്ജിന് പോകുന്നുണ്ട്. നമ്മൾ കുറച്ച് ബാഗൊക്കെ പർച്ചേസ് ചെയ്യാൻ വന്നാൽ അപ്പോൾ സൺ കിസ്ഡാണോ സൺ സ്ലാബ്ഡാണോ എന്ന് മനസ്സിലാവുന്നില്ല. സോ എല്ലാവരും ഇവിടെ ഉണ്ട്. സോ ഇന്ന് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മൾ ഹജ്ജിൻ്റെ ചെരുപ്പും ബാഗൊക്കെ വാങ്ങാൻ ഉസ്താദിൻ്റെ അടുത്ത് പോയി. അവിടെ മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ചെരുപ്പ് വാങ്ങാൻ നമ്മൾ ഒരു കടയിൽ വന്നിരിക്കുകയാണ്. ഐ തിങ്ക് ദിസ് ഇസ് കീച്ചേരിപ്പള്ളി. ഫസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കിയതാണ് ഈ ഒരു മോഡസ്റ്റ് ഫിറ്റ്. ഷായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. മോഡസ്റ്റ് ഫിറ്റ് വരുന്നത് ഇത് ആക്ച്വലി ഡെനിം കോഡ് സെറ്റ് ഞാൻ നോക്കിയിരുന്നു, പക്ഷേ ഷായ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നോ, ഇവിടെ നല്ല കളക്ഷൻ വരുന്നുണ്ട് കേട്ടോ. കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. ഇതാ കോഡ് സെറ്റ് ഡെനിമിൻ്റെ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ജസ്റ്റ് അവരെന്നെ ട്രയൽ ചെയ്തുള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസ്. ഇതൊക്കെ 3 പീസ് സെറ്റാണ് ആക്ച്വലി. കോഡ് സെറ്റും വരുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെയൊക്കെയാണ് വരുന്നത്. ട്രയൽ റൂമിൽ നിന്ന് 2 ഡ്രസ്സ് ചേഞ്ച് ചെയ്തതാണ്. വർക്കൗട്ട് ചെയ്തതുപോലെ വേർതിരിക്കുന്നു. ലുക്ക് അറ്റ് മീ. ചൂട്. പിന്നെ ഫൈനലി ഓഫ്ലൈൻ പർച്ചേസിലേക്ക് ഞാൻ മാറിയിരുന്നു. ഗൈസ് ലുക്ക് അറ്റ് ദിസ്. ഞാനങ്ങനെ ഒരു ഡെനിമും ഒരു ടോപ്പും എടുത്തു. പക്ഷെ ഭയങ്കരമായിട്ട് വരത്തു. ബട്ട് സ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കിട്ടി. വാവ് ഫീലുള്ളൊരു സാധനം കിട്ടി. കുറേ കളക്ഷൻ ഉണ്ട്. ഇത് ഫുൾ ഹിജാബ്സ് ആണ്. അതിൽ ജേഴ്സി, ഷിമ്മർ, നോർമൽ ഷിഫോണൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് 2 പീസ് സെറ്റാണ് വരുന്നത്. അല്ല, ഇത് 2 പീസ്, ഇത് 3 പീസ്. ഇതെല്ലാം ടോപ്പുകളാണ്. കുറേ ലെങ്ത് ഉള്ള ടോപ്പുകളൊക്കെ വരുന്നുണ്ട്. കോഡ് സെറ്റ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഡെനിമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പർച്ചേസ് ദ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് സ്റ്റോർ. ഇതാണ് സ്ഥലം, മാർക്കറ്റ് റോഡ്. നമ്മളുടെ പർദ്ദക്കടയിലാണ് ഗൈസ്. അവിടെ ഉമ്മച്ചി പത്താമത്തെ കയറിയപ്പോഴത്തേക്കും ഷാ ഇവിടെ പൈനാരി ബേക്കറിയിൽ വന്ന് ഫുഡ് കഴിക്കാനായിരുന്നു. എന്നിട്ട് ഞാൻ വന്നില്ല, എന്നിട്ട് നിർബന്ധിച്ചു വാ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ അത്രയും ഷാ നിർബന്ധിച്ചുകൊണ്ട് ഒരു കട്ടൻ ചായ കുടിക്കാനായിട്ട് വന്നല്ല. കട്ടൻ ചായ നാരങ്ങ വെള്ളം. എന്നെ പറ്റി 2 വാക്ക്. ഇത് വളരെ നല്ലൊരു ഇതാണ്. 2 വാക്ക് പൊക്കി പറ ഷാ. ഗൈസ് ഇനി ഞാൻ ചോദിക്കില്ല. നമ്മൾ പപ്സ് കഴിക്കുകയാണ് ഗൈസ്. ഗൈസ് പനി കുറഞ്ഞു. എന്റെ പാർട്ടി വേറിട്ട് വരുന്നത് സബ്രാഗിച്ചി. പേടിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ എങ്ങോട്ടേച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്? വാഗമൺ. നമ്മൾ അങ്ങനെ ഇപ്പൊ വാഗമണിലോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് അതെ യെസ്, ഞങ്ങള് പെട്ടെന്ന് തീരുമാനിച്ചതാണ്. All of a sudden നമ്മൾ പ്ലാൻ ചെയ്തു, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. Everyone is here. Oh my god. ഞാൻ ഇച്ചിരി സ്റ്റൈലായിട്ടേ പറയുള്ളൂ. പക്ഷെ എൻ്റെ അത്ര ഗ്രാമർ എന്തായാലും. നമ്മളങ്ങനെ വാഗമൺ എത്തുന്നതേ ഉള്ളൂ. ഈ സെറ്റപ്പ് അവിടെ ഒരു മലയൊക്കെ. ഇതാണ് ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട്. അമ്മച്ചി ഒരു ഹായ് പറഞ്ഞേമ്മ. ഒരു ഹായ് പറഞ്ഞു. ഹായ് സാബ്രാഗിച്ചി. ഒരു ഹായ്. നില മെയിനാണ്. മെയിൻ വൺ ഇച്ചു. അങ്ങനെ ഒരു ഷാക്കൊള്ളാവോ? പറ, രുചിയുണ്ടോ എന്ന് പറ. ഞാൻ പൊട്ടിച്ചു തരാവേ. മേലായിക്ക് പറ്റില്ല ചിക്കൻ ചേർക്കാൻ. ലുക്ക് അറ്റ് ഷിബുടെ സ്ഥലമാണോ? അത് ഷിയാബിന്റെ പാത. അതാ പറഞ്ഞ പാട്ട് ആരും ഉദ്ദേശിച്ച
ഞങ്ങളുടെ ഫാമിലി ഓൾറെഡി കുറച്ച് വെറൈറ്റി ആണ്, കുറച്ച് യൂണീക്ക് ആണ് എല്ലാ കാര്യത്തിലും. അപ്പൊ ഇന്ന് ജസ്റ്റ് ഞങ്ങളൊരു വെറുതെ വൈകുന്നേരം വരുന്ന ബോറടിച്ചപ്പോ വാഗമൺ വരെ പോകുന്നപ്പോ ആന്റി കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു ജോർജറ്റ് മെറ്റീരിയൽ ഒരു തിളക്കം വേണമെങ്കിൽ പ്ലീസ് DM. വാഗമണ്ണിക്ക് പോകുമ്പോ ആന്റിയുടെ ചുരിദാറ് നമുക്ക് ഇരുട്ടത്ത് നിർത്താം. മറ്റേ ഇങ്ങനെ കാണിക്കണം, മറ്റേ നല്ല ഫ്ലാഷ് കൂടെ വരുമ്പോ നല്ല തിളങ്ങുണ്ട്. സൂപ്പർ ബൈക്ക് ചെറുപ്പക്കാരുടെ പിള്ളേരുടെ ബൈക്ക് വരുമ്പോ മാത്രമേ ഉള്ളൂ. അല്ലാത്ത ആൾക്കാരുടെ അറ്റാക്ക് ഒക്കെ ഉണ്ടായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അമ്മച്ചി പാർട്ടി വരുന്നുണ്ടാ, അതിനെല്ലാം ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തു. അമ്മച്ചിക്ക് എന്നാ വേണ്ടേ? നല്ല തിളങ്ങുവാ അമ്മച്ചി. ഒന്നിങ്ങോട്ട് ഫുൾ ഔട്ട്ഫിറ്റ് അത് കാണിക്കട്ടെ, ഗീവവേ കൊടുക്കാനുള്ളതല്ലേ. ഇതല്ലേ ബ്രൈറ്റ് ടൂബിക്ക് ഇട്ടത്. വണ്ടി വരുമ്പോ ഇങ്ങനെ റോട്ടിൽ അത് എന്നിട്ടുള്ള എല്ലാവർക്കും അറ്റാക്ക് വരെ വിളിക്കടയിലും. കറക്റ്റ് സ്പോട്ടാണ് പുള്ളിക്കാനം. അങ്ങനെ നമ്മൾ പുള്ളിക്കാനത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. സോ രാത്രിയായി, പക്ഷെ നല്ല തണുപ്പ്, ഒത്തിരി തണുപ്പില്ല, തണുപ്പുണ്ട്. സോ എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മള് മാഗി ഒക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. ഇതാ നമ്മളുടെ ഇതാണ് വന്നിട്ടുള്ളത്. ബ്രെഡ് ഓംലെറ്റ് അല്ലേനല്ല? ബ്രെഡ് ഓംലെറ്റ് വന്നിരിക്കുന്നു ഫൈനലി. മാറ്റി വരട്ടിരിക്കുന്നു ബ്രെഡ് ഓംലെറ്റ്. എന്നെ കാരണോ ഞാൻ വന്നപ്പോ തന്നെ ചോദിച്ചതാ. റെസ്റ്റ് എടുക്കാൻ വേണ്ടി ടാങ്കിൽ ഇച്ചിരി നേരം ടൈം സ്പെൻഡ് ചെയ്തതാണ്. ഇരിക്കോ? എന്നെ ഇഷ്ടമുള്ള എസ്തെറ്റിക് ഫോട്ടോ എടുത്തായിരുന്നോ? ഇതിന്റെയോ? ആ, മാഗി കഴിക്കുന്നു. മാഗി കഴിക്കുന്നു. ഇവിടെയാണ് പാട്ട് വെച്ചേക്കണേ. മാഗി ഇഷ്ടപ്പെട്ടോ അമ്മ? ഉമ്മച്ചി അത്ര മാഗി ഫാൻ അല്ല അല്ലേ? ചെറുപ്പത്തില് ഉമ്മച്ചി വർക്ക് കൊണ്ടിരിക്കുമ്പോ വീട്ടിൽ വാങ്ങി വെക്കുവായിരുന്നു. അങ്ങനെ കഴിച്ച് നമ്മളിതാ പുള്ളിക്കാനം എത്തിയതാ, ഒരു കട്ടൻ ചായ കുടിച്ച് വൈബ് ചെയ്യുവാണ്. ഞാൻ പിന്നെ ട്രാവൽ ഹോളിക്കൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും അങ്ങനെയല്ല, നമ്മളിങ്ങനെ കട്ടൻ ചായ കുടിച്ചിങ്ങനെ ഇരിക്കുക. മാഗിയും ബ്രെഡ് ഓംലെറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ നീച്ചിന്റെ മാഗി മാത്രമേ മിച്ചമുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടെ ഒന്നുമില്ല, നീച്ചിന്റെ മാഗി എടുത്തിട്ടില്ല. അങ്ങനെ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിപാടികൾ അടിപൊളിയായിരുന്നു. ഓക്കെ, അതെ അതെ അതെ. പിന്നെ അവള് ഷീസ് മൈ സിസ്റ്റർ, യങ്ങർ സിസ്റ്റർ. എത്ര വയസ്സായി? ഒരു 28 തികയും ജൂലൈ. അല്ലാഹു അക്ബർ, ഗീവവേ കൊടുക്കണം ചുരിദാർ. കുഴപ്പമില്ല, തിരിച്ചു വായിലെടുത്തു. അടുത്തതായി നെഹലയുടെ ഒരു ഗാനമാണ്. നെഹല പ്ലീസ്. ഇല്ല, നീ പാടിയ. तेरी सांसों की सांस में हो, आके छुपा के सुन ले मुझे तो, मैं तेरे दिल की आवाज में हूँ. तू हौसला है, तू है इरादा
ഞാൻ പാടിയ പിന്നെ ഉമ്മച്ചി ഓർക്കും. പാടിച്ചു പാടച്ചു ഒരുമിച്ച് പാടിച്ചു. പാടടി. അവൻ തുടക്കം തൊട്ട് പാടും. പാടിക്കേ പോസ്റ്റ് ആവുമ്പോ നീ ഒന്നിച്ച് പാടിട്ടോ. बढ़ ही जाओ जो तुझको ना पाऊं बातों में तेरी मैं रातें बीता हूँ होठों पे लम्हा लम्हा है नाम तेरा है तुझको ही गाऊं मैं तुझको पुकारूं സമയം കിട്ടാത്ത. അതെ അതെ അതെ. ഇതാ പള്ളി. ഇതൊരു ലേക്ക് സ്പോട്ടാണ്. പക്ഷെ പകലാണ് ഇതൊക്കെ കാണേണ്ടിയിരുന്നിരുന്നത്. അടിപൊളി. നല്ല തണുപ്പ്. തൊടുപുഴ എത്തി. എനിക്ക് ഇടയ്ക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വന്നു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഞാൻ ഛർദ്ദിച്ചില്ല. അങ്ങനെ നമ്മളുടെ ഇവിടെ തൊടുപുഴയിലെത്തി. ആന വരുന്നു. ആന ഇസ് കമ്മിങ്. നമ്മളിതാ ഇവിടെ ഇസ്മയിൽ കയറി ചിക്കൻ കൊണ്ടാട്ടം അൽഫാം എല്ലാം കഴിക്കുന്നു. നേലാക്കി ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്നു. നേല നേല എങ്ങനെയുണ്ട്? എനിക്ക് കഴിച്ചിട്ട് കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ട് കാണാൻ? കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി. ലുക്ക് അറ്റ് മീ. എന്ത് ടയേർഡായി എന്നറിയോ? ഭയങ്കര ടയേർഡായി. പതിവില്ലാതെ ഇന്ന് കണ്ണൊക്കെ എഴുതി പോയത്. അതുകൊണ്ടാണ് കണ്ണിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇതൊക്കെ വന്നത്. And I'm so tired and this guy is, you know, this guy is simply irritating me like nothing. I mean anything. So അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ബൈ.